ഹലോ ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ്. പിന്നെ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് കാണിച്ചു തരാനാണ് ഞാനിപ്പോൾ വന്നത്. ഫുട്ബോളാണ് കളിക്കൽ. അവിടെ നിന്ന് മുതൽ ഇവിടം വരെയാണ് നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വരാം. ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട്. നമുക്ക് ഇവിടെ കളിക്കുമ്പോൾ നല്ല പേടിയുണ്ട്, ഇടിഞ്ഞു പോവുമോന്ന്. ഇവിടെ പകുതി ഇടിഞ്ഞു വീണ് എന്താ ചെയ്യാ, നമ്മുടെ ഒരു അവസ്ഥ. JCB കൊണ്ട് മാന്തിയിട്ട് ഇവിടെയെല്ലാം മാന്തിയതാണ്, അത് മാത്രം ഇടിഞ്ഞു വീണതാണ്. അവിടെ മാത്രം ഇടിഞ്ഞു വീണതാണ്. ഇവിടെയൊക്കെ JCB കൊണ്ട് മാന്തിയതാണ്. പക്ഷെ ഇതിനെക്കാട്ടി ഉയരം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇടിഞ്ഞ് വീണിട്ട് മണ്ണൊക്കെ ഇവിടെ ആയിട്ട് ഇവിടെ ഒരു വലിയ കുഴിയായിരുന്നു. അതൊക്കെ റെഡിയാക്കിയതാണ് JCB. ഇവിടെ എൻ്റെ അച്ചാച്ചൻ്റെ ലോറിയൊക്കെ നിർത്തിയിടുന്നുണ്ട്. നമുക്ക് 3 ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഒരു ഗ്രൗണ്ടിൽ വീടെടുത്തു, രണ്ടാമത്തെ ഗ്രൗണ്ട് ഇതിനപ്പുറം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്രൗണ്ട്. മൂന്നാമത്തെ ഗ്രൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഫ്രണ്ടാണ് ആ വീട്ടിലുള്ളത്. അവൻ്റെ വീട് ഫുള്ള് പൊളിഞ്ഞിട്ട് പുതിയ വീടെടുത്തു. പിന്നെ നല്ല രസമുണ്ട്. ഇവിടെ മക്കൾ കളിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഫുള്ളും നോക്കുക, അപ്പുറത്തുള്ളതിനെക്കാട്ടിയും കൂടുതൽ ഇവിടെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം മറന്നുപോയി പറയാൻ. വിഷുവിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ 5 ഗുണ്ടെടുത്തിട്ട് ഇവിടെ നമ്മൾ വെച്ചിട്ട് പൊട്ടിച്ച കലയാണിത് ഗൈസ്. ഇവിടെയൊക്കെ വെച്ച് പൊട്ടിച്ചിരുന്നു. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗുണ്ട് വെച്ച് പൊട്ടിച്ചിരുന്നു. മണ്ണൊക്കെ ഫുള്ള് ചെതറിയുന്നു. പക്ഷെ നമ്മളത് കൂട്ടിയിട്ടു ഗൈസ്. ഫുള്ള് മഴയൊക്കെ പെയ്തിട്ട് എല്ലാം ഇതിങ്ങനെയുള്ള ഗ്രൗണ്ടൊന്നും അല്ല ഗൈസ്. ശരിക്കും അങ്ങോട്ട് മേലേക്ക് വഴിയുണ്ട്. അവിടെയൊക്കെ നല്ല തോടുണ്ട്, കുളമുണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. പിന്നെ നല്ലോണം കളിക്കാൻ പറ്റിയ സ്ഥലമെല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ വീട് ഗൈസ്. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. 60 ഇഞ്ചിൻ്റെ TV. ഇത് നമ്മുടെ റൂം. നമ്മൾ സ്വന്തമായിട്ട് ഒരു ആക്രി പീടികയിൽ നിന്ന് വാങ്ങിയ സ്പീക്കറാണിത്. നമ്മളിത് റെഡിയാക്കാൻ പോകുന്നതാണ്. ഇത് നോക്കും, നല്ല വർക്കിംഗ് ഒക്കെയാണ്. പക്ഷേ ഇതിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നില്ല ഗൈസ്. അതാണ് ഇപ്പോൾ പ്രശ്നമായി പോയത്. നമ്മളത് റെഡിയാക്കാൻ കൊടുക്കും. നമ്മൾ ചെറുങ്ങനെ സൗണ്ട് വരുന്നുണ്ട്. നമ്മുടെ മുകൾ ഭാഗം നമുക്ക് കണ്ടിട്ട് വരാം. ഇത് നോക്കൂ, എൻ്റെ അനിയൻ്റെ അച്ഛൻ്റെ വീടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനങ്ങളാണിത്. ഇതിന്റെ പേരെന്തായിരുന്നു? ദിവാങ്കോട്ട്. ദിവാങ്കോട്ട്. ഇതിൽ നമ്മൾ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇനിയും കുറേ സെറ്റപ്പ് ആക്കാനുണ്ട്. ഇതിൽ ലൈറ്റെല്ലാം ഫിക്സ് ചെയ്യും. പുറംഭാഗം കാണാം. പക്ഷെ നമുക്കൊക്കെ പുറംഭാഗം കണ്ടിട്ട് വരാം. നമ്മൾ പുറംഭാഗം നമുക്ക് ഫുള്ള് സെറ്റപ്പ് ഇട്ടാണ്. ടാങ്കിലെ വെള്ളം നമുക്ക് നോക്കാം എത്രയുണ്ട് എന്ന്. നല്ല കനമുണ്ട് ഈ സാധനത്തിൽ. നോക്കൂ, ടാങ്കിലെ വെള്ളം നിങ്ങൾ നോക്കൂ. ഫുള്ളും കലങ്ങും വെള്ളമാണ് ഗൈസ്. നീ നോക്കിക്കോട്ടെ ഗൈസ്. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. ഇതിൻ്റെ മുകളിൽ സാധനം വെക്കണം. ഇല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് സാധനമാണ്. അത് ലൈറ്റ് വെയിറ്റ് മൂടിയാണ്. ഇതിലേക്ക് തുറന്നു നല്ല കനമുണ്ട് ഇതിന്.
ഒരു ക്രെയിനിനെ വിളിക്കേണ്ട അത്ര കാര്യമുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ഈ നാടിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ നമ്മളിപ്പോൾ നീലേശ്വരം ആണുള്ളത്. പിന്നെ ഇതൊക്കെ കണ്ടോളൂ, ഇവിടുത്തെ കാഴ്ചകൾ നല്ല രസമുണ്ട്. രാത്രി നമുക്ക് ബീച്ചിലൊക്കെ പോവാം. ബീച്ച് ഇവിടെ അടുത്ത് തന്നെയാണ്, നല്ല ബീച്ചാണ്, നല്ല രസമുണ്ട് അവിടെ. ഇവിടെ നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ടിട്ടാണ് വരാറ്. ഇനി ഇത് നമ്മുടെ കുന്തം, കളിക്കുന്ന കുന്തം. ഇത് പണ്ട് ഇതിൻ്റെ നമ്മളൊരു ആക്സോ ബ്ലേഡ് ഒട്ടിച്ച് വെച്ചിട്ട് മുറിച്ച് കളിച്ചിരുന്നു. ആ വീടിപ്പോൾ ഫുള്ളും ശരിക്കും കാണാം. ഒടുവിൽ ആ വീടിപ്പോൾ ശരിക്കും കാണാം. ഓക്കെ ഗൈസ്, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ പറയാൻ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, നല്ല വലുതാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടേക്ക് കയറിയിരുന്നു. ഇതാ ഈ വഴിയിലേക്ക് കൂടിയാണ് കയറുക. അതാ ആ കാട്ടിലേക്ക് കൂടി കയറിയിട്ട് വേണം പോകാൻ. ഞാനും അച്ഛനും അമ്മയും, അച്ചാച്ചനും അമ്മമ്മയും എൻ്റെ അനിയനുമാണ് പോയത്. എനിക്ക് 2 അനിയന്മാരുണ്ട്. ഒന്ന് തലശ്ശേരിയുള്ള അനിയൻ, പിന്നെ ഒന്ന് എൻ്റെ അമ്മയുടെ മോൻ തന്നെയാണ്. പിന്നെ ഇവിടെ നല്ല കളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരിക്കലും ക്രിക്കറ്റ് കളിച്ചിരുന്നു. പക്ഷെ അവിടെ ഒരു കിണർ കണ്ടോ ഗൈസ് നിങ്ങൾ? ഗൈസ്, അവിടെ ഒരു കിണർ കണ്ടോ? ഇവിടെ ഒരു കിണർ കണ്ടോ ഗൈസ് നിങ്ങൾ? അതിൻ്റെ അകത്ത് ബോൾ വീണു.